ABC മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് തൊടുപുഴയിലാണ് കേട്ടോ. തൊടുപുഴ മണക്കാടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ പുറകെ കിടക്കുന്ന വണ്ടിയുണ്ട്, ഓസ്റ്റിൻ മാർട്ടിൻ. ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മുടെ തൊടുപുഴക്കാരനായ അർജുൻ നിർമ്മിച്ച വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ടായതിൽ ഒരു കഥയുണ്ട്. അപ്പോൾ ഇതാണ് അർജുൻ. ഈ വണ്ടി ഉണ്ടാക്കിയ ആളാണ്, ഒരു അടാറ് വണ്ടിപ്രാന്തനാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഓസ്റ്റിൻ മാർട്ടിൻ, ഓസ്റ്റിൻ 7 എന്നൊക്കെ പറയുന്ന മോഡലിന്റെ ഒരു കോപ്പി. അതായത് ഹാൻഡ് മെയ്ഡ് വണ്ടിയാണ് ശരിക്കും. ഇത് ശരിക്കും പറഞ്ഞൊരു വിൻറ്റേജ് ടോയ് എൻ്റെ ഒരു മകൻ ഉണ്ട്. അപ്പോൾ പയ്യന് വേണ്ടിയിട്ട് ഞാനൊരു വിൻറ്റേജ് ടോയ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് പോകാവുന്ന രീതിയിലൊരു വലിയ വാഹനം, അതായത് വണ്ടി ഉണ്ടാക്കി തരാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ വാങ്ങിക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി നമുക്ക് ഇപ്പോൾ കുറവായതിനു ശേഷം അതിന് കൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇതിനു മുമ്പ് നമ്മൾ വർക്ക് ഇതുപോലെ പല വണ്ടികൾ ചെയ്തിട്ടുണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്തതാണ്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ബോഡിയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഫൈബറിലാണ് ഇതിൻ്റെ ബോഡി വർക്ക് ചെയ്തേക്കുന്നത്. കൂടുതലും പഴയ വാഹനങ്ങളുടെ പല പാർട്സുകൾ, മെക്കാനിക്കൽ പാർട്സായിട്ടും ബോഡി പാർട്സായിട്ടും എല്ലാം നമ്മൾ പഴയ വാഹനങ്ങളുടെ ഒരുപാട് പാർട്സുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും കോയമ്പത്തൂർ, തൃശ്ശൂർ അങ്ങനെയുള്ള മേഖലകളിൽ നിന്നും കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ശരിക്കും ഒമിനി വാനിൻ്റെ എഞ്ചിനായിരുന്നു, 4 സ്പീഡ് ഗിയർ ബോക്സും 800cc എഞ്ചിനുമായിട്ട്. നമ്മളൊരു ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടാക്കിയത് കാരണം കേരളത്തിൽ നമുക്ക് ഇത് ഒരിടത്ത് ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല, റോഡിൽ ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല. ആക്ച്വലി ഇപ്പോൾ ഒരു 3-4 വെഡ്ഡിങ്ങിന് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വന്നതാണിത്. ഫോട്ടോഷൂട്ടിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ഏകദേശം ഒരു 4 ലക്ഷം രൂപ മുകളിൽ മുടക്ക് വന്നിട്ടുണ്ട് വാഹനത്തിന്. അതെ, അതായത് നമ്മുടെ ലേബർ ചാർജ് കൂട്ടാതെ മെറ്റീരിയലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഫുൾ ഇവിടെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്ത വർക്കാണ്. അതായത് സീറ്റ് അപ്പോൾസറിയും ഈ കനോപ്പിയുടെ വർക്കും മാത്രമേ പുറത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വർക്കും നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തതാണ്. ഗ്രില്ല്, അതായത് ഓസ്റ്റിൻ്റെ 7ൻ്റെ ഒരു കോപ്പി ഗ്രില്ലാണിത്. ഇത് വന്നിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ പട്ടയില്ലേ, ആ പട്ടയിൽ ഉണ്ടാക്കിയെടുത്താണ്. അതിൻ്റെ ബാക്കിൽ നമ്മളൊരു മെഷൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓസ്റ്റിന് എഴുതിയ ഈ എഴുത്തും അതുപോലെ തന്നെ ഓസ്റ്റിൻ്റെ ഒറിജിനലായിട്ട് വരുന്ന ഈ എംബ്ലം, അതായത് ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂർ ഒരു പഴയ വണ്ടി വാഹന ഇത് സ്പെയർ പാർട്സ് കൊടുക്കുന്ന ഒരു പഴയ കുറേ വിൻറ്റേജ് വണ്ടിക്കാർക്ക് എല്ലാവർക്കും അവരെ അറിയാം, അവിടുന്ന് കളക്ട് ചെയ്തതാണ്. അതെ, ഇത് ട്രാക്ടറിന് വരുന്ന ഫോഗ് ലാമ്പായിട്ട് വരുന്ന ലൈറ്റാണ്. ഇത് നമ്മൾ നിക്കിൽ ചെയ്തെടുത്ത് ഇത് ഹെഡ്ലൈറ്റായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചു. പിന്നെ ബുള്ളറ്റിന് വരുന്ന ലോട്ടസ് ഇൻഡിക്കേറ്റർ, ഇതെല്ലാം ഒരു അതായത് അന്നത്തെ വാഹനത്തിന് വരുന്ന അതേ പൊസിഷനിൽ തന്നെ മൺകാട ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ 4 പേർക്കാണ് സീറ്റിംഗ് കപ്പാസിറ്റി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതെ, 4 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ. അതെ, ബാക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ സീറ്റിങ്ങിനെ പൊക്കി നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് കയറാവുന്ന രീതിയിലാണ്. നമുക്ക് ഈ റൂഫ് പുറകിലേക്ക് മാറ്റാം. അപ്പോഴാണ് നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ, ഹൈറ്റ്. നമ്മുടെ റൂഫ് ഇങ്ങനെ മടക്കി വെക്കാവുന്ന രീതിയാണ്. അപ്പോൾ അത്യാവശ്യം ഹെഡ്, അതായത് തല നമുക്ക് തട്ടാത്ത രീതിയിൽ, അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോഴും ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുമ്പോഴാണേലും നമുക്ക് അത്യാവശ്യം കാണാവുന്ന രീതിയിൽ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ടയർ ആക്ച്വലി ശരിക്കും ഇത് ബലേനോ എന്ന് പറയുന്ന വണ്ടിയുടെ 16 ഇഞ്ച് വീലാണ്. അതായത് ഇത് ശരിക്കും അലോയ് വീലാണ്. ശരിക്കും പറയുന്ന സ്പോക്ക് വീലായിരുന്നു നമ്മുടെ പഴയ ബൈക്കിൻ്റെ ഒക്കെ ടയറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയായിട്ട് നമുക്ക് അലോയ് കാണാൻ സാദൃശ്യമുള്ള ഒരു അലോയ് കിട്ടിയപ്പം അത് ചെയ്യുമായത്. 16 ഇഞ്ച് വീലുണ്ടത്. ഓടിക്കാന്ന് വെച്ചാൽ നമുക്ക് റോഡിലിറക്കാൻ പറ്റില്ല. അതെ, നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഓടിക്കാം നമുക്ക്. അതെ. നമുക്ക് വേണ്ടി ഇത് അർജുൻ റോഡിൽ കൂടെ അല്ല കേട്ടോ, റോഡിൻ്റെ സൈഡിൽ കൂടെ. കാരണം റോഡിൽ കൂടെ ഓടിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഓടിക്കുകയാണ്. ലൈറ്റൊക്കെ തെളിയിച്ചു. അപ്പോൾ അർജുൻ വണ്ടി ഓടിക്കാൻ പോവാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് വരുന്നത് കാണാൻ നല്ലൊരു അല്ലേ, വിൻറ്റേജ് മോഡല്. റോഡിൽ കൂടെ ഓടിക്കാനുള്ള പെർമിഷൻ നമുക്കില്ല, അതുകൊണ്ടാണ് റോഡ് സൈഡിൽ കൂടെ ഓടിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ.